കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഒരു വലിയ സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. Morning comes too early, hands already warm. സവാള നന്നായി വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. Bossman count his tally, we just count our turn. Fair don't come easy, I had to stand and fight for mine. സവാള കുറച്ചൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നന്നായി ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ചിക്കനിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് എക്സ്ട്രാ പാർന്ന് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർച്ച മിക്സിൻ്റെ ജാറ് മാത്രം ഒന്ന് ചുവറ്റി പാർന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ കുക്കറിൻ്റെ ആദ്യമൊക്കെ പോയ ശേഷം നമുക്ക് തുറക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, കുറച്ച് വെള്ളം പാർന്നിട്ട് തന്നെ ഇതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവ് തന്നെ കേട്ടോ കറിൻ്റെ. ഇതിന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചോറുക്കോ ചപ്പാത്തിക്കൊക്കെ വേണ്ട കറിൻ്റെ അളവ് തന്നെയാണ് കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള റെസിപ്പീസിനായി എൻ്റെ ചാനൽ